السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സഹോദര സഹോദരിമാർ, ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഗട്ടിപ്പിടിച്ച് ജീവിക്കുന്ന ചൊന്തു സ്വന്തത മറക്കാണ്ട് നിങ്ങൾ എല്ലാവരുടെയും വസിയത്താക്കിയോല്ല, നസീഹത്താക്കിയോല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വഴിപാടി തന്നെ മനോഹരമായിട്ടുള്ള ഒരു ആയത്തായിരുന്നു. ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. الله كيكريتك ومن أحسن قولا ആറുള്ളാർ ഇത്ര നല്ല പൽക്ക ചൊല്ലുക എന്തിനെ? മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വിളിക്കണം. വഅമില സാലിഹ, നല്ല സൽക്കർമ്മ ആക്കലും. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ನಾನು ಮುಸ್ಲಿಮರು പെട്ടവನು ചൊല്ലതിന് വേണ്ടി ഇത്രയും നല്ല പൽക്ക ചൊല്ലവನು വേറെ ആറുള്ളാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ കേക്കരെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വിളിക്കുന്നത് അതേറ്റിക്കണോ നമുക്കും വേനായത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആൽമാരെ വിളിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാരും കഴിച്ചത് അത് കഴിച്ചേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ സൂറത്തുൽ നഹ്ലിലെ 36ാമത്തെ ആയത്തിൽ നമുക്ക് വഴിപാടി തന്ന വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, വലഖദ് ബഅസ്നാ ഖണ്ഡിതമായിട്ടും ഞങ്ങൾ കടിച്ചിറ ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തും റസൂല, ഓരോ റസൂൽമാരും കടിച്ചിറ എന്ത് കഴിച്ച് അനിഅബ്ദുല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കുക വേണ്ടി, വജ്തനിബു ത്വാഗൂത്ത്, ത്വാഗൂത്തിനെ വിട്ടുപിടിക്കുക വെച്ചിരിക്കുക. എന്ത് വെച്ചിരിക്കുക? ത്വാഗൂത്ത് ത്വാഗൂത്ത് ചൊല്ലിട്ട് കുല്ലു മാ ഉബിദ മിൻ ദൂനില്ലാഹി വഹുവ റാദ്, അല്ലാഹുവിനെ വിട്ടിട്ട് ബാക്കി എന്തെല്ലാം ഇബാദത്ത് എടുക്കപ്പെടുന്ന വസ്തുണ്ടാ അതിക്ക് തൃപ്തി കൊണ്ടുണ്ടായെങ്കിൽ അത് ത്വാഗൂത്ത് വെച്ചിരിക്കാം. ഇപ്പൊ ഒരാൾ ഇബാദത്ത് എടുക്കും, ആ ഇബാദത്ത് എടുക്കപ്പെടുന്ന അയാൾക്ക് തൃപ്തിയുണ്ട്, അയാൾക്ക് ഇഷ്ടമുണ്ടോ, അയാൾ ചൊല്ലു ഇങ്ങനെ രണ്ട് ഇബാദത്ത് എടുക്കൂ, രണ്ടടിക്കടിക്ക് സഹായിക്കേണ്ടോ ആള് ചൊല്ലേണ്ടായെങ്കിൽ ആള് ത്വാഗൂത്ത് വെച്ചിരിക്കാം. ഈ ക്രിസ്ത്യൻസ്മാർ നസ്രാക്കന്മാർ ഈസാ നബി വെച്ച് ദുആർക്കാം. അതിന്റെ ഈസാ നബിക്ക് അതിന് ഇഷ്ടമില്ല, അത് തൃപ്തിപ്പെട്ടിട്ടില്ല. ഈസാ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അറിയിച്ചു, എല്ലാ നബിമാരും എല്ലാ റസൂലുമാരും കടിച്ചിലെന്ത് കഴിച്ച് അനിഅബ്ദുല്ലാഹ്, അല്ലാഹുവിനെ മാത്രം വിളിച്ച് ദുആർക്കുക കഴിച്ചിരിക്കണം. അപ്പൊ ഈസാ നബി മറ്റ് വഴിപാടിയത് അല്ലാഹുവിനെ മാത്രം വിളിച്ച് ദുആർക്കുക കഴിച്ചിരിക്കണം. അപ്പൊ ഈസാ നബിനെ വിളിച്ച് ദുആർക്കുണ്ടായെങ്കിൽ ഇബാദത്ത് എടുത്തുണ്ടായെങ്കിൽ ഈസാ നബി എന്താവില്ല? ത്വാഗൂത്ത് ആവില്ല. കാരണം അതിന് തൃപ്തിയില്ല, അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഒരാൾ ത്വാഗൂത്ത് ആവണുണ്ടായെങ്കിൽ അയാൾക്ക് ഇഷ്ടമുണ്ട്, അയാൾക്ക് തൃപ്തി ഉണ്ടായെങ്കിൽ ആ വ്യക്തി ത്വാഗൂത്ത് ആവണുണ്ടായിരിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിപാടിനെ എല്ലാ നബിമാരും കഴിച്ചത് അവന്റെ മാത്രം വിളിച്ച് ദുആർക്കുക വെച്ചിരിക്കണം. വേറൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്ന സൂറത്തുൽ അംബിയാലെ 25ാമത്തെ ആയത്തിൽ അല്ലാഹു ചൊല്ലുന്നു, വമാ അർസൽനാ, ഖണ്ഡിതമായി കടത്തിയിട്ടില്ല, മിൻ ഖബ്ലിക, നിങ്ങളെക്കാട്ടി മുന്നേ ഒരു റസൂലിനെ കടത്തിയിട്ടില്ല, ഇല്ലാ നൂഹി, വഹി കടത്തിയിട്ടാണ്. എന്ത് വെച്ചിക്കറ വഹി? ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ആരാധിക്കുക ഞാനല്ലാണ്ട് വേറൊരു ഇലാഹില്ല. നന്റെ മാത്രം നിങ്ങൾ വിളിച്ച് ദ്വാർക്കൊള്ളു, നണ്ടടിക്ക് മാത്രം സഹായം കേൾക്കൊള്ളു. നിങ്ങൾക്ക് എന്ത് കഷ്ടപ്പെടേണ്ടത് നണ്ടടിക്ക് മാത്രം കേൾക്കൊള്ളു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വഴിപാടി കണ്ട് ഞങ്ങളെ റായത്തിൽ ഞങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ
ഇത്ര ആൾമാർ അള്ളാഹു അല്ലാത്തവരുടെ മുന്നിൽ പോയി സുജൂദിടുന്നതും തരകത്തെന്നതും അതേപോലെ അള്ളാഹു അല്ലാത്തവരുടെ പോയി സഹായിക്കുന്നതുള്ള ഇന്ത്യൻ രാജ്യത്തിന് കാണുക സാധ്യമാണ്. അങ്ങ് ചൊല്ലിದ್ರೆ ഞങ്ങൾക്ക് അള്ളാഹുവിനോട് ഡയറക്റ്റ് കേൾക്കുകയില്ല. ഞങ്ങൾ ചുമ തപ്പാക്കി ആൾമാരെ ചിക്കറ അതുകൊണ്ടു ഞങ്ങൾ അതെ അള്ളാഹുവിനോട് ശരീക്കാക്കോളൂ, പങ്കാളിനെ ബേക്കോളൂ, പാർട്ട്ണറെ ബേക്കോളൂ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ നടുവ് ബേക്കോളൂ, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ നടുവ് ബേക്കോളൂ. ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അള്ളാഹുവിനോട് കേൾക്കുകയാവില്ല ചിക്കർ ഇന്ത്യൻ രാജ്യത്തിന് ആൾമാർ ചുമടിക്കുന്നത് മാത്രമല്ല. അള്ളാഹു ഖുർആനിൽ 40-ാമത്തെ സൂറത്തുൽ 60-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുകും നിങ്ങളുടെ റബ്ബ് നിങ്ങളൊട്ടിക്ക് ഉദ്ഊനി നിങ്ങൾ അണ്ടപിരിച്ച് ദുആ ചെയ്യൂ. അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ സൂറത്തുൽ ബഖറ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയെ നിന്റെ അടിമ നിങ്ങളൊട്ടിಗೆ നിന്റെ വിഷയത്തിൽ കേട്ടിട്ടായി നിങ്ങൾ ചൊല്ലರು ഫഇന്നി ഖരീബ് അവിടെ ചൊല്ലന മുട്ടല്ല ചൊല്ലರು നബി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിപാടി തരുമ്പോൾ ഇപ്പത്തെ സമസ്ത ആൾമാരെ പരിപാടി തന്നെ ഇല്ല. നമുക്ക് അല്ലാഹുവിനോട് ഡയറക്റ്റ് കേൾക്കുകയാവില്ല നോക്കൂ. നമുക്ക് ഈ ഖുർആൻ ചൊല്ലുന്നത് വേണ ഏത് ഖുർആൻ ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് ഗ്രന്ഥത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗ്രന്ഥ. അതേപോലെ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹി അഖ്വം. ഈ ഖുർആൻ നിങ്ങളെ നേരായ മാർഗ്ഗത്തിലേക്ക് വിളിച്ചുകൊണ്ട് ചൊല്ലുന്നു. ആ ഖുർആൻ നിങ്ങൾക്ക് പരിപാടി കണ്ടിരിക്കണം. അല്ലാഹു കേൾക്കുന്ന അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ എന്തിനാണ് ഈ ഖുർആന്റെ വിഷയത്തിൽ ചിന്തിച്ചോണ്ടില്ല? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ബീഗിട്ട് വെച്ചിട്ടാ ലോക്കിട്ട് വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നത്. അങ്ങ ആ ഖുർആൻ നിങ്ങൾക്ക് പരിപാടി കണ്ടത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് ദുആ കൊണ്ടിരിക്കണം. നിങ്ങൾ അള്ളാഹുവിനൊട്ടിಗೆ ಮಾತ್ರ സഹായിക്കുന്നുണ്ട്. ഖുർആൻ പരിപാടി തരുമ്പോൾ ഇപ്പുറത്ത് വേറെ കൂട്ട ആൾമാർ എനിക്ക് പരിപാടി തന്നെ ഇല്ല. എനിക്ക് ഡയറക്റ്റ് അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യാൻ സാധ്യമില്ലാണ്ട് അപ്പൊ ഞങ്ങൾ തീരുമാനിക്കോളൂ. ഞങ്ങൾക്ക് അള്ളാഹു ചൊന്ന ആ പൽക്ക ಬೇಡ ಅದಲ್ಲ. ಇವರು ಬೇರೆ ಕೂಟ ಆಲ್ಮಾರ್ ಚೊಂದ ಈ ಪಲ್ಕ ಬೇಡ ಚೊಂತು ഞങ്ങളെ നഫ്സിനൊട്ടിಗೆ ഞങ്ങൾ മേക്കേക്കോളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ പരിപാടി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ പരിപാടി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ഇദാ സഅൽത ഫസ്അലില്ലാഹ് വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ എന്താണ് കേൾക്കറാണ്ടായെങ്കിൽ അതിനെ അള്ളാഹുവിനൊട്ടിಗೆ നീ എന്താണ് സഹായം കേൾക്കറാണ്ടായെങ്കിൽ അതിനെ അള്ളാഹുവിനൊട്ടിಗೆ സഹായിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പരിപാടി തന്നെ. അതുകൊണ്ട് അള്ളാഹു റസൂൽ ഞങ്ങൾക്ക് പരിപാടി തന്നത് അള്ളാഹുവിനെ മാത്രം വിളിച്ച് ദുആ കൊണ്ടിരിക്കണം. അതെ എന്റെ രാത്രി വേറൊരു വിഷയത്തിൽ ചൊന്നെങ്കിൽ അങ്ങ് ചൊല്ലുന്നതിനെ ഔലിയാക്കന്മാരെ കറാമത്ത് കൊണ്ട് നാം കേൾക്കാം. അങ്ങുള്ളതായ ആ കറാമത്തിനെ വെച്ചിട്ട് അങ്ങോട്ട് ഞങ്ങൾ ദ്വാരക്കാശം ചൊല്ലാണ്. നോക്കൂ ഖുർആൻ ഞങ്ങൾക്ക് പരിപാടി തന്നെ വലിയൊരു കറാമത്തുണ്ട്. സൂറത്തുൽ ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപാടി തന്നെ വലിയൊരു കറാമത്ത് എത്തിക്കണം. ആ കറാമത്തിന്റെ വിഷയത്തിൽ അല്ലാഹു പരിപാടി തന്നെ നോക്കൂ. സക്കറിയ അലൈഹിസ്സലാം ഇങ്ങനെ മറിയം ബീബിയുടെ റൂമിൽ വരുമ്പോൾ ആ സീസണിൽ ഇല്ലാത്ത ഫുഡ് അല്ല മറിയം ബീബിയുടെ മുട്ടുണ്ട്. അപ്പൊ സക്കറിയ അലൈഹിസ്സലാം കേൾക്കുകയും ഖാല യാ മറിയം അന്നാ ലകി ഹാദാ. യാ മറിയമേ നിനക്ക് എവിടുത്തേക്ക് കിട്ടിയത്? എവിടുത്തേക്ക് ഈ ഫുഡെല്ലാം എനിക്ക് കിട്ടിയത് എന്ന് കേട്ടപ്പ മറിയം ബീബി ചൊന്നില്ല ഇത് നാളെ കറാമത്ത് കൊണ്ടെടുത്ത എനിക്ക് അങ്ങനെ എടുക്കുകയാവുന്നു ചൊന്നു. മറിയം ബീബി ചൊന്നില്ല പേമ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. അതിനൊക്കെ അള്ളാഹുവിനെ തേച്ച് കിട്ടിയത് അള്ളാഹുവിനെ തന്നെ ചൊന്നു. ആര് ചൊന്ന മറിയം ബീബി ചൊന്നു. ആ സന്ദർഭത്തിൽ പോലും സക്കറിയ അലൈഹിസ്സലാം എന്താക്കിയത് ആ മറിയം ബീബിക്ക് അള്ളാഹുവിനെ കൊടുക്കലല്ലേ ആ കറാമത്ത് കൊടുത്തു. ഇതാ എനിക്ക് വയസ്സ് എന്നൊക്കെ ഒരു കിടാവില്ല ഞാൻ അള്ളാഹു മറിയം ബീബിയുടെ കിടാവ് കേൾക്കല ചൊന്നു. അവിടെ അങ്ങനെ അല്ല ആക്കിയത് പിന്നമ ഹുനാലിക ദഅ സക്കറിയ റബ്ബഹ്. ആ സക്കറിയ അലൈഹിസ്സലാം വിളിച്ചത് അള്ളാഹുവിനെ തിക്കണം. قال رب هب لي من لدنك ذرية طيبة. صالحായ സന്താനത്തെ തിക്കർ സക്കറിയ അലൈഹിസ്സലാം കേട്ടത് ഏത് സന്ദർഭത്തിൽ തിക്കർ വയസ്സായിട്ട് എനിക്കിടാവാവില്ല ചൊന്നു വന്തായാൽ പിന്നെ ആ അള്ളാഹുവിന്റെ മേലുള്ള ആ തവക്കുൽ അത്തരം ಗಟ್ಟಿಯಾಗಿ ಸಕರಿಯ ಅಲೈಹಿಸ್ಸಲಾಂ ನೋಕರು ಇದೈತಿಕೊಂಡು ನಂಕೊಂಬೇನಾದಿ ಇವರ ತವಕ್ಕುಲ್ ಇಟ್ಟಿಕೊಂಡು ನಂಕೊಂಬೇನಾದಿ ಅಲ್ಲಾಹ್ವೇ ನನ್ನ ತವಕ್ಕುಲ್ ಹಾಕಿಂಟಾಂಗ್ ಅಲ್ಲಾಹ್ವೇ ಮಾತ್ರ ನನ್ನ ತವಕ್ಕುಲ್ ಹಾಕಿಂಟಾಂಗ್ ಅದರ ಪಾರ್ಟ್ನರ್ വെച്ചിട്ടില്ലാണ്ടാಂಗ್ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരക്കാത്ത രൂപത്തിൽ ഞങ്ങളെ സഹായിക്കുക.
ഞങ്ങൾ ഇരിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ സഹായിക്കും. നോക്കൂ, മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നോക്കൂ, എതിർപോലെ ഫിറഔന്റെ ആൾമാർ അറ്റാക്ക് ആക്കി വന്നോണ്ടാണ് ഇത് രക്ഷയില്ലാണ്ട് കൊടുത്തേത്ത്, ഇത് ബച്ചാവില്ലാണ്ട് കൊടുത്തേത്ത്. ആ സന്ദർഭത്തിൽ ആ മൂസ നബി ആൾമാർ ചൊന്നാർ, ഇന്നാ ലമുദ്റകൂൻ, മൂസ നിങ്ങൾ പിടിക്കപ്പെട്ട, ഇന്നൊക്കെ രക്ഷയില്ല, ഇന്നൊക്കെ രക്ഷപ്പെടുന്ന സാധ്യതയില്ല. ചൊന്നപ്പോൾ മൂസ അലൈഹിസ്സലാം വെച്ചോട് തവക്കലുണ്ട്. ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഇല്ല നന്ദട്ടിലെ നന്ദ റബ്ബുണ്ട്, അവൻ എന്തായാലും ഒരു തെരു കാട്ടുകൊണ്ട് മൂസ നബി ആ സന്ദർഭത്തിൽ പോലും ചൊന്നത്. സഹോദരന്മാരെ, എത്ര ചിക്കറോടായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇരിക്കാത്തത് ഒരു തെരുവ് അങ്ങ് ഓപ്പൺ ആക്കി കൊടുത്തത്. അല്ലാഹുവിന്റെ മേൽ മാത്രം തവക്കൽ വെച്ചുണ്ടായി, അല്ലാഹുവിന്റെ മേൽ മാത്രം തവക്കലാക്കിയുണ്ടായി ഞങ്ങൾ ഇരിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കുകയും ആൾമാര് ചൊല്ലുവാർ, അതേ നിങ്ങൾക്ക് അങ്ങനെ ആവാല, ഞങ്ങൾ അത് ആൾമാരെ പാർട്ട്ണർ ആക്കോളും, ഔലിയാക്കന്മാരെ ദുആർക്കോളും, അമ്പിയാക്കന്മാരെ പാർട്ട്ണർ ആക്കോളും ചൊത്തു ആൾമാർ ചൊല്ലുവാർ. ഞങ്ങൾക്ക് ഈ ഖുർആൻ പാടി കണ്ടത്, ഖുർആൻ ചരിത്രം എടുത്തു നോക്കിയുണ്ടായി ഞങ്ങൾക്ക് കാണുക സാധ്യമാവത്തു ഇല്ല. അള്ളാഹുവിന്റെ മാത്രം തവക്കൽ വെച്ചിട്ട് കൊണ്ടുതെറ്റിക്കർ അങ്ങ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു തെരു കാട്ടിയതിന്റെ ചിക്കർ ഖുർആൻ ഞങ്ങൾക്ക് പാടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു തൗഹീദിനെ, അതായത് ഈ തൗഹീദിനെ മനസ്സിലാക്കിയിട്ട് അത് ആൾമാർക്ക് എത്തുപാട്ടി കൊടുക്കണം. ഒന്നാമത്തെ ഈ തൗഹീദിനെ മനസ്സിലാക്കണം. ഇത് മനസ്സിലായാൽ പിന്നെ ഈ ഒരു തൗഹീദിനെ ആൾമാർക്ക് എത്തുപാട്ടി കൊടുക്കണം. തൗഹീദ് ചൊല്ലുന്നത് അല്ലാഹുവിന്റെ വലിയൊരു നിഅമത്തായിട്ടിരിക്കണം. നോക്കൂ, മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അയാളുടെ കിതാബിൽ ചൊല്ലു, അത്തൗഹീദ് ഹുവൽ അസാസ് لجميع الأعمال, എല്ലാ അമലുകളും ബേസായിട്ടിരിക്കുന്ന തൗഹീദ്. ഏതൊരു അമലാക്കുമ്പോൾ നിനക്ക് ആ തൗഹീദ് ചൊല്ലുന്നത് ഫലാ യഖ്ബലുല്ലാഹു അയ്യ അമലിൻ ബിദൂനി, ഇതല്ലാത്ത ഒരു അമൽ, തൗഹീദ് അല്ലാത്ത ഒരു അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. അഹ്ലുത് തൗഹീദ്, തൗഹീദ് ആൾമാർ ഹും അഹ്ലുസ് സആദ, അത് കൊസിർ ആൾമാരെ ചിക്കറാൻ ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും അങ്ങ് കൊസിർ ആൾമാരെ ചിക്കറാൻ, ആഖിറത്തിലും അങ്ങ് കൊസിർ ആൾമാരെ ചിക്കറാന്റെ ചിക്കർ ആര് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എനിക്ക് പഠിപ്പാടിതാണ്. അപ്പൊ ഈ തൗഹീദ് ഈ ഒരു ദീനിന്റെ വിഷയം പഠിക്കുന്ന ചൊല്ലുന്നത് ഞങ്ങളുടെ പേരിലുള്ള ഒരു ബാധ്യത എത്തിക്കും. നോക്കൂ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അയച്ചുള്ളത്, നീ ഒന്നെന്താവണം, ദീന് പഠിച്ചതായ ഒരു പണ്ഡിതനെയാവണം, ദീന് പഠിച്ചതായ ഒരു പണ്ഡിതനെയാവണം. ഇനി അതും ആയില്ലാണ്ടായി ദീന് പഠിക്കുന്നതായ ഒരാളിന്റെ ദീന് പഠിക്കുന്നതായ ഒരാളാവണം. ഇനി അതും സാധിച്ചിട്ടാണ് ദീനിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ വിഷയത്തിൽ കേൾക്കുന്നതായ ആലായങ്ങൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പാടുന്ന ഇത് കാണാൻ സാധ്യത. അതിൽ പിന്നെ നീ ഈ മൂന്നല്ലാത്തത് നാലാമത്തെ ഒരാൾ നീ നാവുകുത്തീറ, അങ്ങനെ ആയുണ്ടായി നീ നശിച്ചു പോട്ടെ, നീ നഷ്ടക്കാലത്തിൽ കൂട്ടത്തിൽ പെടുവേണ്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പാടുന്നുണ്ട്. അല്ലെ, നമുക്ക് ദീന പഠിക്കുമ്പോൾ ഈ തൗഹീദിന്റെ വിഷയത്തെ പഠിക്കുന്നത് ആഗ്രഹമുണ്ട്, ദീന പഠിക്കുന്നത് ആഗ്രഹമുണ്ട്. അതിന്റെ ആഗ്രഹം കൊണ്ടിട്ട് നമുക്ക് ഒഴുക്കത്തും ദീന പഠിക്കുക സാധ്യതയല്ല. കാര്യം ആഗ്രഹം മാത്രമല്ല ദീന പഠിക്കുക വേനായത് മിനിമം അതുപോലെ ത്യാഗം നമുക്ക് നോക്കണം. ദീന് പഠിപ്പിക്കുക ആഗ്രഹം മാത്രമേ ലൗ കാന ഹാദൽ ഇൽമു യഹ്സുനു ബിൽ മുനാ മാ കാന യബ്ഖാ ഫിൽ ബലിയത്തി ജാഹിലു, നിങ്ങൾക്ക് ദീന് പഠിക്കുക കാര്യം ആഗ്രഹം മാത്രമേ മാ കാന യബ്ഖാ ഫിൽ ബലിയത്തി ജാഹിലു, ഈ ദുനിയാവിൽ ഒരു ജാഹിലു വിക്കലാൻ. കാരണം എല്ലാവർക്കും ഇഷ്ടത്തിനെ നാളെ ദീന പഠിക്കൊണ്ട് നാളെ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കൊണ്ടെത്തിക്കുന്നത് പിന്നെ ആഗ്രഹം കൊണ്ടല്ല നിങ്ങൾക്ക് ദീന പഠിക്കുക. പിന്നെ അതുകൊണ്ട് ത്യാഗം, അതുകൊണ്ട് പരിശ്രമം ഞങ്ങളിട്ടിട്ട് വരും. അതേ മഹാന്മാരെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണുക സാധ്യത. ബുഖാറ ചുമത്തുള്ള ആ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചതായ മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം അൽ ബർദസ്ബാ അൽ ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ചരിത്രത്തിൽ നോക്കിയാൽ കാണുക സാധ്യത. 10ാമത്തെ വയസ്സിലേക്ക് അയാൾ മക്കത്തിന് പോയി അള്ളാഹുവിന്റെ ദീന പഠിക്കുക വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ ദീന പഠിക്കുക വേണ്ടിയിട്ട് 10ാമത്തെ വയസ്സിൽ പ്രായപ്പെട്ടു അകപ്പെട്ടു കുടുംബത്തിൽ പെട്ടു അള്ളാഹുവിന്റെ ദീന പഠിക്കുക വെച്ചിട്ട് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പോയത് എത്ര ജാഗയിൽ യാത്രയാക്കിയിട്ട് അള്ളാഹുവിന്റെ ദീന പഠിക്കുക. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അയാൾ ദീന പഠിക്കുക വേണ്ടിയിട്ട് 2000 കിലോമീറ്റർ വെച്ചിട്ട് അയാൾ യാത്രയാക്കിയത്. 2000 കിലോമീറ്റർ. എപ്പ ഇങ്ങനത്തെ ഒരു വെഹിക്കൽ ഇല്ല, നല്ലൊരു കാർ ഇല്ല, ബൈക്ക്
ബൈക്കില്ല. ആ ഒരു ടൈമിൽ പോലും അള്ളാഹുവിന്റെ ദീന പഠിക്കുക വേണ്ടിയിട്ട് അയാൾ റെഡിയായിട്ട് അയാൾ പോയിട്ട് എന്തെങ്കിലും ആ ദീന പഠിച്ചെന്ന് മാത്രമേ നാളെ നിങ്ങൾക്ക് വിജയിക്കുക സാധ്യത നിങ്ങൾക്ക് പിടിയുണ്ട്. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി അയാൾ ഒരു ഹദീസ് പഠിക്കുകയെത്തി മദീനത്തിൽ മിസ്റിലേക്ക് പോയിട്ട് ഒരു തിങ്കളെത്തിക്ക് അയാൾ യാത്രയാക്കി ഒരു ഹദീസ് പഠിക്കുന്നു അയാൾ യാത്രയാക്കിയത് ഒരു തിങ്കളെത്തിക്ക് നോക്കൂ. ഈ മഹാന്മാരെ ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടായെങ്കിൽ സ്വഹാബത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടായെങ്കിൽ അങ്ങനെ ഒരു ദീന പഠിക്കുകയെത്തി അങ്ങനെ എത്ര യാത്രയാക്കിയാൽ എത്ര പൈസ വെച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ മിമ്പർ ആയിഷ റളിയല്ലാഹു അൻഹയെ ഔത്തരനാണ് ഇതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധകെട്ട് പോന്നു സഹാബത്തുകൾ ഓടിയാൽ എന്നേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംഭവിച്ചത് നോക്കു ഓടിയാൽ അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധകെട്ട് പോന്നു സഹാബത്തുകൾ വിളിച്ചാൽ അബൂ ഹുറൈറക്ക് രോഗം എത്തിക്കോ അങ്ങനെ അബൂ ഹുറൈറ ബോധകെട്ട് പോന്നു ചോദിച്ചു സഹാബത്ത് വിളിച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലിയത് വമാ സഹാബ രോഗ അല്ല സഹാബ നക്ക് ബൈക്കിൽ ആ പസിതടിയ ഗാവാണ്ട് നാളെ ബോധകെട്ട് പോകുന്ന സഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെറോണ നടന്ന ആ റസൂലിനെ ചൊല്ലിത്രതായ ആ മണിമുത്തിന് ആ ഒരു നോളജ് ആ ഒരു അഴിമ എടുക്കുകയെത്തി റസൂലിന്റെ പെറോണ പോയ അതെ ആ പോയ സന്ദർഭത്തിൽ നക്ക് ഫുഡ് ഇല്ലാത്ത ബൈക്കിൽ തിന്ന ഫുഡ് ഇല്ലാത്ത അങ്ങനെ പൈച്ചിട്ട് ആ പസിതടിയ ഗാവാണ്ട് നാളെ ബോധകെട്ട് പോകുന്ന സഹാബ ചൊല്ലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ചരിത്രം നമുക്ക് പഠിപ്പാടുന്നുണ്ട്. നോക്കൂ ഈ സഹാബത്തെല്ലാം അല്ലാഹുവിന്റെ ദീന പഠിക്കുന്നു അല്ലാഹുവിന്റെ ദീന പഠിക്കുന്നു വന്നൊരു ത്യാഗം ഞങ്ങൾ ഈ അല്ലാഹുവിന്റെ ദീന പഠിക്കുന്നു എത്ര ത്യാഗാക്കിയ എത്ര യാത്ര നിങ്ങൾ പോയ എത്ര പൈസ വെച്ച അല്ലാഹുവിന്റെ ദീന പഠിക്കുന്നു അല്ലാഹുവിന്റെ ദീന പഠിക്കുന്നു അല്ലാഹു റസൂലിന്റെ ഹദീസ് പഠിക്കുന്നു എത്ര യാത്ര നിങ്ങൾ ആക്കിയ ചൊല്ലും നിങ്ങൾ ഓരോരുത്തരും റസൂലിനെ കേൾക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ദീന പഠിച്ചാൽ പിന്നെ ഞങ്ങളുടെ മേലുള്ള ബാധ്യത എത്തിക്കൽ അതെ ഈ ദീനിന്റെ ആൾമാർക്ക് എത്തുപാടി കൊടുക്കുന്ന ചൊല്ലുള്ളത് ആൾമാർക്ക് ഇവർ തൗഹീദ് മനസ്സിലാക്കിയാൽ പിന്നെ ആൾമാർക്ക് എത്തുപാടി കൊടുക്കുന്ന ചൊല്ലുള്ളത് ഞങ്ങളുടെ മേലുള്ള ഒരു ബാധ്യത എത്തിക്കണം. ആ ആൾമാർക്ക് എത്തുപാടി കൊടുക്കുമ്പോ ഞങ്ങൾക്ക് അതൊക്കെ പ്രയാസപ്പെടും ഞങ്ങൾക്ക് ചുമ കഷ്ടപ്പെടും ആൾമാർ നിങ്ങളെ വിട്ടുപോവാൻ ഈ ദഅവത്ത് ചൊല്ലുള്ളത് ആൾമാർക്ക് ദീനത്തുപാടി കൊടുക്കുന്ന ചൊല്ലുള്ളത് അതെ ആൾമാർക്ക് ദീനത്തുപാടി കൊടുക്കുമ്പോ ഞങ്ങളൊട്ടിಗೆ മുന്നേറാൻ നിങ്ങളെ കുടുംബ ഞങ്ങളൊട്ടിಗೆ അർസത്തിലേക്ക് നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ബിസിനസ് ആക്കി വന്ന ആൾമാർ നാളെ പിന്നെ ഞങ്ങളൊട്ടിಗೆ ബിസിനസ് ആക്കോ പറയല അള്ളാഹുവിന്റെ വിഷയത്തിൽ പരിപാടി കൊടുക്കുമ്പോ എല്ലാവരും ദൂരമാവാറ് ആ ഒരു ദഅവത്തിനെ ഞങ്ങൾക്കും വിട്ടുകൊടുക്കുക തീരാ ഒരു ദഅവത്ത് ചൊല്ലുള്ളത് ജനറക്കാർക്ക് സുന്നത്ത് നിസ്കരിക്കുന്ന പോലല്ല അതൊക്കെ ചുമ കഷ്ടങ്ങൾക്ക് നേരിടേണ്ടി വരും ചുമ പ്രയാസങ്ങൾക്ക് നേരിടേണ്ടി വരും. ആ സന്ദർഭത്തിൽ സബർ ചൊല്ലുന്നത് ഞങ്ങളൊട്ടിಗೆ ഇക്കൊള്ളു. നോക്കൂ എല്ലാ സഹാബിമാരെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണുക സാധ്യ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു അയാൾ ഒരു അടിമയുടെ സന്ദർഭത്തിൽ ആ അടിമനെ ഏതാ ഓദർ അയാളുടെ ചൊല്ലുന്നത് നീന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക തീരാ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കുക തീരാ അവരുടെ ഒരു പാർട്ട്ണർ ആക്കോട് ചൊല്ലപ്പ ഇല്ല ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ഇല്ല ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചൊല്ലപ്പ മരുഭൂമിയിൽ ഗർഭാടിച്ച് ആ പെച്ചുള്ളതായി ആ മരുഭൂമിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഗർഭാടിച്ച് വലിയൊരു കല്ല് ബിലാൽ റളിയല്ലാഹു അൻഹു മേൽ വെച്ചിട്ട് അയാൾ ആ മരുഭൂമിയിൽ വെച്ചു കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ ആ ബിലാൽ റളിയല്ലാഹു അൻഹു വായിൽ നിന്ന് വന്നതായ ഒരു ശബ്ദമുണ്ട് അഹദ് അഹദ് അല്ലാഹു ഏകനേറ്റിക്കുക അവനല്ലാത്ത ഒരുത്തരൊന്നും ഞാൻ സുജൂദിന് തയ്യാറില്ല അവനല്ലാത്ത ഒരുത്തരൊന്നും ഞാൻ സഹായിക്കാൻ ഞാൻ തയ്യാറാവില്ല അവനല്ലാത്ത ഒരുത്തരൊന്നും എന്റെ കഷ്ടത്തിനാണ് ചൊല്ലുക ഞാൻ തയ്യാറാവില്ല എന്ന് ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് ചരിത്രം നമുക്ക് പഠിപ്പാടുന്നുണ്ട്. ഈ സ്വഹാബത്തെല്ലാം അല്ലാഹുവിന്റെ ദീൻ എത്തുവാട്ടുമ്പോ അല്ലാഹുവിന്റെ ദീൻ ആൾമാർക്ക് പഠിപ്പാടി കൊടുക്കുമ്പോ ചുമ പ്രയാസം നേരിടേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം അൽ അമീൻ ചൊല്ലിച്ചു ആൾമാരോട് അറിയപ്പെട്ടത് എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭാര്യ ഇഷ്ടാക്കി വന്നാൽ നബിയുടെ ഭാര്യ ഇഷ്ടാക്കി വന്ന ആൾമാരെ മക്കത്തെ ആൾമാർ 40 വർഷം അനുഭവത്തിൽ കിട്ടിയാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ ബന്ദാക്കി കിടക്കുന്നതായ ആളെ നിങ്ങൾ എച്ചിന് പോയി ആൾമാർക്ക് താക്കീതാക്കോ ചൊല്ലുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ എല്ലാ ആൾമാരെ വെച്ചിട്ട് ഒരു ഗുഡ്ഡരെ മേൽ നിന്നിട്ട് ആൾമാരെ ചൊല്ലിത്തിക്കർ നിങ്ങൾ ഈ ഒരു
ஒரு சுவச்சர்ல அட்டாக் முகமது சொன்னீங்க நீங்க நம்புவார சொல்லி கேட்டப்ப ஆல்மார் சொன்னார் முகமது நீ சொன்னது நம்பா டிப்போமா நீ ஒருக்கா கதவு சொன்னது சொன்ன ஆல்மார் கேட்டார் அப்ப திக்கர் ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் சொன்னது லா இலாஹ இல்லல்லாஹ் അല്ലാഹു അല്ലാഹു നേരിട്ടുള്ള വേറൊരു ഇലാഹില്ല അവന്റെ മാത്രമേ സുജൂദ് അവന്റെ മാത്രമേ സഹായിക്കേക്കുള്ളൂ ചൊന്നപ്പ അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട അബൂ ലഹബ് എച്ചിന്റെ ചൊല്ലിയത് തബ്ബൽ ലക യാ മുഹമ്മദ് അലി ഹാദാ ജമഅതന മുഹമ്മദ് നിനക്ക് നാശ നീ ഇതുക്കാണ് നിങ്ങളോട് വെട്ടിയെ കൂട്ടിയിട്ടുണ്ട് എത്തിക്കർ ആര് കേൾക്കരെ അബൂ ലഹബ് കേൾക്കരെ നോക്കൂ സഹോദരന്മാരെ അത്ര പരിസരത്തിലുള്ളതായ ആ ഒരു ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവരും ദൂരാക്കിയാണ് ലാസ്റ്റ് മജ്നൂൻ ചൊല്ലി വിളിച്ചാർ സാഹിബ് ചൊല്ലി വിളിച്ചാർ കദ്ദാബ് ചൊല്ലി വിളിച്ചാർ ഇങ്ങനെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞാർ നോക്കൂ ഇവർ ദഅവത്ത് ആൾമാർക്ക് എത്തുപാടി കൊടുക്കുമ്പോൾ ഇവർ തൗഹീദിന്റെ വിഷയം ആൾമാർക്ക് എത്തുപാടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസം നേരിടേണ്ടി വരും ഒരുപാട് കഷ്ടം നേരിടേണ്ടി വരും ആ സന്ദർഭത്തിൽ സബർ ചൊല്ലുന്നത് നിങ്ങൾക്ക് വേണം ഒരു മുഅ്മിന്റെ ക്വാളിറ്റി അതേ അജബൽ ലിഅംറിൽ മുഅ്മിൻ ഒരു മുഅ്മിന്റെ വിഷയം എത്ര അത്ഭുതമായിരിക്കും ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ അവർക്ക് എല്ലാ വിഷയവും ഖൈറായിരിക്കും വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ ഇത് മുഅ്മിനല്ലാത്ത ഒരുത്തനും കിട്ടും إن أصابته سراء شكر അവർക്ക് എന്തായാലും നല്ലതായിരുന്നു അല്ലാഹു ശുക്ർ എടുക്കുക فكان خيرا له അതുകൊണ്ട് ഖൈർ ചെയ്തിരിക്കും وإن أصابته ضراء صبر അവർക്ക് കഷ്ടപ്പെട്ടുണ്ടായി അവർക്ക് പ്രയാസപ്പെട്ടുണ്ടായി സബറ അവൻ സബർ എടുക്കുക فكان خيرا له അവർക്ക് ഖൈർ ചെയ്തിരിക്കും അതേ ഒരു മുഅ്മിന്റെ ക്വാളിറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പാടി തന്നെ അതുകൊണ്ട് തൗഹീദ് മനസ്സിലാക്കിയ പിന്നെ നിങ്ങളുടെ മേലുള്ള ഒരു ബാധ്യത ഇത് ആൾമാർക്ക് എത്തുപാടി കൊടുക്കണം ചൊല്ലുന്നത് ഇത് ആൾമാരെ എത്തുപാടി കൊടുക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തൗഫീഖ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ ആമീൻ നിങ്ങളുടെ ബന്ധുപോയ ചെറിയ വലിയ തപ്പക അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാഫാക്കി തരട്ടെ ആമീൻ اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.